സൺഡേ മാർക്കറ്റിലാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന സൺഡേ മാർക്കറ്റ്. ഇതിനെ എന്താ കള്ളന്മാരുടെ മാർക്കറ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ ചീപ്പ് വിലയ്ക്ക് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം എൻ്റെ ചാനലിലേക്ക്. വെൽക്കം ടു അമ്മുക്കുട്ടി വ്ളോഗ്സ്. ഗൈസ് നിങ്ങൾ കാണുന്നില്ല ഇവിടുത്തെ തിരക്ക്, അത്രയ്ക്ക് തിരക്കാണ്. എല്ലാ ഞായറാഴ്ചയിലുമാണ് ഈ ഒരു ചന്ത ഓപ്പൺ ആവുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവുമെങ്കിലും ഇത്രയും ക്രൗഡായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ചകളിൽ മാത്രമാണ് കേട്ടോ. കാരണം ഞായറാഴ്ചയിൽ സാധാരണ ഉണ്ടാവുന്നതിനെക്കാട്ടും ഇരട്ടി അയ്യോ കുറങ്ങൻ നാറി കുത്താവൻ തന്നെ കണ്ണും മൂക്കില്ലാണ്ട് കുറയണം ഗൈസ്. അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങളെ ബാഗും എന്താ പറയുക, നിങ്ങൾ തന്നെ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധിച്ച് വേണം ഇതിലൂടെ പോകാൻ കേട്ടോ. ഡ്രസ്സൊക്കെ വിൽക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മലയാളി പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ കോട്ടൊക്കെ ചെറിയ 100 രൂപക്ക് നമുക്ക് തണുപ്പിലിടുന്ന കോട്ടൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി സ്റ്റൈലായിട്ട് മടിവാളിയിൽ നടക്കലാണ് കുട്ടികളുടെ പരിപാടി. അങ്ങനെ കുറേ കുട്ടികളെ നമുക്കറിയാം ഗൈസ്. നോക്കൂ, തീരെ ക്ലീൻ ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ചാത്ത സാധനങ്ങളൊന്നും അപൂർവമായിട്ട് 1-2 നല്ലതുണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ചാത്ത സാധനമാണ് ഗൈസ്. ഷൂ അടക്കം ഷൂ ഒക്കെ ഉണ്ടാവും കേട്ടോ, ചെറിയ പൈസ ഒക്കെ ഉണ്ടാവും. അവർ ആദ്യം 2500, 7000, 10,000 എന്നൊക്കെ പറയുമെങ്കിലും നല്ല സാധനങ്ങൾ നിങ്ങൾ നോക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ 700 രൂപയ്ക്ക് 500 രൂപയ്ക്കെല്ലാം കിട്ടും. ഓക്കെ, അത് നിങ്ങളെ കഴിവ് പോലെ ഉണ്ടാവും. നോക്കൂ, എവിടെ പോയാലും കുറേ മലയാളി പിള്ളേഴ്സ് ഉണ്ടാവും, സ്വാഭാവികം. എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കുന്ന ഇല്ലാത്ത സാധനങ്ങളില്ല. നമ്മൾ പാത്രങ്ങൾ, ഡ്രസ്സുകൾ, എന്താ പറയുക, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എല്ലാം കിട്ടും. പക്ഷെ ചാത്ത സാധനം ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് KR മാർക്കറ്റിനെ പറ്റി? എനിക്കൊന്നും പറയാനില്ല. എല്ലാ മലയാളി പിള്ളേരും ഇവിടെ ഉണ്ടാവും. നാട്ടിൽ ഷോ കാണിക്കുന്ന എല്ലാ പിള്ളേരും ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്ന് ഇവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് നാട്ടിൽ ചെന്ന് വിലസണം. മലബാർക്കടക്കം പൊള്ളുന്നില്ല കണ്ണന്മാര്. ഇതിപ്പോ കേരള പിള്ളേർക്ക് വേണ്ടിയുള്ളതെന്ന് തോന്നുന്നുണ്ട്. കേരള പിള്ളേർ വലിയ ടൂറിസ്റ്റ് വരും. ഓയോ ഓട്ടോറിക്ഷക്കാരൻ തച്ചപ്പം. ഇതാണ് KR മാർക്കറ്റ്. ഇപ്പം നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അതിനുള്ളിലുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്കൊന്നും വണ്ടി
പിന്നെ പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം. ആൺപിള്ളേര് മുട്ടാനും കുപ്പാനൊക്കെ കാരണം അത്രയ്ക്ക് തിരക്കാണല്ലോ. അതുകൊണ്ട് പെൺപിള്ളേരൊക്കെ